AAC സമ്മേളനം ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് നടക്കുമെന്നുള്ളതാണ് വാർത്ത. ഗുജറാത്ത് കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിനോട് വേദിയാവുന്നു. ഗുജറാത്തിലെ BJP ഭരണത്തിനെതിരെ പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുന്നു. വഖഫ് വിഷയത്തിൽ പ്രമേയം പാസാക്കുന്നു. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ വിശദമായ പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മളോട് 24 പറഞ്ഞത്. ആദ്യത്തെ വാക്കുകളൊന്ന് കേൾക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൽ അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ചുങ്കം, ഉക്രൈൻ വിഷയമുണ്ട്. അതുപോലെ തന്നെ പലസ്തീൻ വിഷയങ്ങളുണ്ട്. മണിപ്പൂരിൽ 2 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന എത്നിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയവും പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റിക്ക് നേരെയുള്ള കടന്നാക്രമണം, SC/STക്ക് നേരെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കാസ്റ്റ് സെൻസസിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുകയും ചർച്ചയ്ക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ശ്രീനാഥ്, വലിയ സംഘാടനത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് സബർമതി തീരത്ത് ഒത്തുചേരുകയാണ്. അതിന്റെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സമ്മേളന ദിവസത്തെ പ്രധാന അജണ്ട എന്താണ് ശ്രീനാഥ്? ഹാഷ്മി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് സബർമതി തീരത്താണ്. സബർമതി തീരത്തെ പ്രത്യേക വേദിയിലാണ് AICC സമ്മേളനം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പതാക ഉയർത്തലിന് മുന്നോടിയായുള്ള സേവാദൾ പ്രവർത്തകർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് 2000-ലധികം നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊത്ത വലിയൊരു വേദി ഇവിടെ തയ്യാറായിട്ടുമുണ്ട്. പ്രധാനമായും പ്രമേയ അവതരണം തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നടപടി. ഏതാണ്ട് 10 മണിയോടെ ഈ യോഗം തുടങ്ങുകയും ചെയ്യും. അതിൽ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP സൂചിപ്പിച്ചതുപോലെ 2 പ്രമേയങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ തന്നെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട്, കാരണം ഗുജറാത്ത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തട്ടകമാണ്, കരുത്തുറ്റ BJPയുടെ ഒരു കേന്ദ്രമാണ്. അവിടെ എങ്ങനെ തിരിച്ചു വരാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, അവിടുത്തെ സംസ്ഥാനം BJP ഭരണത്തിൽ പുറകോട്ട് പോയി എന്നതാണ് ആരോപണം. ആ പ്രമേയം ഇന്നലെ കൃത്യമായി അവിടെ ചർച്ച ചെയ്തതാണ് വർക്കിംഗ് കമ്മിറ്റി. ഏതായാലും ഇന്നിപ്പോൾ അത് അവതരിപ്പിക്കും. ഒപ്പം തന്നെ പല ദേശീയ വിഷയങ്ങൾ, അതിൽ വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ ഏതായാലും ഇന്നലെ ചർച്ചയായതാണ്. അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കാര്യമായി തന്നെ ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ യോഗം നടക്കുന്ന വേദിക്ക് അകത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. വലിയ ഒരു വേദി ഇവിടെ തയ്യാറെടുക്കുന്നുണ്ട്. ഏതാണ്ട് 6 പതിറ്റാണ്ടായി, 64 വർഷങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൽ ഇതുപോലൊരു AICC സമ്മേളനം നടന്നത്. 61-ൽ ഭാവ്നഗറിലായിരുന്നു ആ സമ്മേളനം. അതിനു മുമ്പ് ഒരു 5 തവണ കൂടി നടന്നിട്ടുണ്ട്. പക്ഷേ 6 പതിറ്റാണ്ടായി ഇവിടെ ഇത്തരമൊരു വലിയ സമ്മേളനമൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ശക്തി പ്രകടനമാക്കി അത് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ BJPയുടെ തട്ടകത്തിൽ അത് നടത്തുന്നതിലൂടെ ഒരു സന്ദേശം പ്രവർത്തകർക്ക് ഇടയിൽ, ഒരു ആത്മവിശ്വാസം എവിടെയെങ്കിലും ചോർന്നു പോയെങ്കിൽ അത് വേണ്ട എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കാൻ പോലും കോൺഗ്രസിന് ഈ ഒരു സമ്മേളനം കൊണ്ട് കഴിയുമെന്നതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് വലിയ വിജയമാക്കാൻ, അവരുടെ ഒരു ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടനാ വർഷമാണ്. അതുകൊണ്ട് അത്തരം പുനഃസംഘടന വിശാല അർത്ഥത്തിൽ തന്നെ ഉണ്ടാകുമെന്നതാണ് KC വേണുഗോപാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസിനെ മുന്നോട്ട് ചലിപ്പിക്കാൻ, സംഘടനയെ ചലിപ്പിക്കാൻ, കൂടുതൽ പ്രാദേശിക തലത്തിൽ കൂടുതൽ ശാക്തീകരണം നടത്താൻ, അങ്ങനെ പല വിഷയങ്ങളിലാണ് ഇന്നലെ ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പ്രഖ്യാപനം ഇന്നത്തെ ഈ AICC വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാഷ്മി. ചന്ദ്രൻ സബർമതി തീരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയാൽ അവിടെ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നടക്കാൻ പോവാണ്. വലിയ പ്രതീക്ഷ. അഹമ്മദാബാദിൽ ആദ്യമായിട്ടാണ് ഈ അടുത്ത കാലത്ത്. ഗുജറാത്തിൽ ആദ്യമായിട്ടാണ്. സബർമതി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഓക്കെ.